ഹലോ, വെൽക്കം ടു മാക്സിയോൺ. HSST മാത്തമാറ്റിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2022 ചോദിച്ചിട്ടുള്ള മൊഡ്യൂൾ 5നകത്തുള്ള ക്വസ്റ്റ്യൻസുകളാണ്. മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിംഗ് തിയറിയും അതേപോലെ തന്നെ ഫീൽഡ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് മാക്സിയോൺ പ്രൊവൈഡ് ചെയ്യുന്ന HSST മാത്തമാറ്റിക്സ് ടെസ്റ്റ് സീരീസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ടെസ്റ്റ് സീരീസ് മാർച്ച് 25 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ HSST മാത്തമാറ്റിക്സ് എക്സാം നമുക്ക് ഓൺലൈൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓൺലൈൻ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതേ പ്ലാറ്റ്ഫോമിൽ ആ ഒരു രീതിയിലേക്ക് നമുക്കൊരു ഓൺലൈൻ എക്സ്പീരിയൻസ് തരുന്ന രീതിയിലേക്ക് നമ്മുടെ വെബ്സൈറ്റിലൂടെ സെയിം ഇൻ്റർഫേസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഓൺലൈൻ എക്സാം എഴുതുന്ന അതേ പ്രതീതിയിൽ തന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻ്റർഫേസിലാണ് നമ്മുടെ എക്സാം സീരീസുകൾ നമ്മൾ നടത്തുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു എക്സാം സീരീസ് 30 ദിവസത്തെ എക്സാം സീരീസ് ആണ്. അതിനകത്ത് നമുക്ക് 3 മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു എക്സാം സീരീസിൽ നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസുകളും സ്ട്രക്ചേർഡ് ആയിക്കൊണ്ട് എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സാം സീരീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ തന്നിട്ടുള്ള ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ആർ ഓഫ് എക്സ് ബി ദ പോളിനോമിയൽ റിംഗ് ഓവർ ദ ഫീൽഡ് ഓഫ് റിയൽ നമ്പേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഐ ഈസ് എൻ ഐഡിയൽ ഇൻ ആർ ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ആർ ഓഫ് എക്സ് ആണ് നമ്മുടെ റിംഗ് ആയിട്ട് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഐഡിയൽ ഏതാണെന്നാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ റിയൽ പോളിനോമിയൽ റിംഗ് ഓവർ റിയൽ നമ്പേഴ്സ് ആണ് നമ്മുടെ റിംഗ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് ഐഡിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഐ ഈസ് ഈക്വൽ ടു ഇസഡ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഐഡിയൽ, അതായത് സെറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഐഡിയൽ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഐഡിയലിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? നമുക്ക് എലമെൻസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എ ആറും ആർ എയും നമുക്ക് എവിടെ ഉണ്ടാവണം? നമുക്ക് ഐക്കകത്ത് ഉണ്ടാവണം. അവിടെ എ എന്ന് പറയുന്നത് ഐക്കകത്ത് നിന്നും ആർ എന്ന് പറയുന്നത് നമ്മുടെ റിങ്ങിനകത്ത് നിന്നുള്ള എലമെൻസുകൾ എടുത്തു കഴിഞ്ഞാൽ എ ആറും ആർ എയും ഐക്കകത്ത് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഒരു ഐഡിയൽ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇസഡ് ഓഫ് എക്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഇസഡ് ഓഫ് എക്സിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള ഒരു എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എ എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റ് നമുക്ക് എക്സ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം, അതായത് പോളിനോമിയൽ എക്സ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റിജർ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള പോളിനോമിയൽ ആണ്. അതേപോലെ തന്നെ നമുക്ക് ആർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റിംഗ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ പോളിനോമിയൽ റിംഗ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്കൊരു 1/2 നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് എ ആർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 1/2 എക്സ് ആയിരിക്കും. ഈ 1/2 എക്സ് എവിടെ ഉണ്ടാവില്ല? ഐക്കകത്ത് ഉണ്ടാവില്ല. കാരണം ഇസഡിൻ്റെ കോഎഫിഷ്യൻസുകൾ വരുന്ന പോളിനോമിയൽസ് ആണ് നമുക്ക് വരുന്നത്. 1/2 ഇസഡിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ എ ആർ നമുക്ക് ഐക്കകത്ത് ഉണ്ടാവില്ല. സോ ഓപ്ഷൻ എ നമുക്ക് ഫോൾസ് ആണെന്ന് പറയാം. ഇതൊരു ഐഡിയൽ ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവില്ല. ഇനി രണ്ടാമത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തത് നമുക്ക് ഒരു ഐഡിയൽ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവും. കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ പി ഓഫ് എക്സ്, അതായത് ആർ ഓഫ് എക്സിനകത്തുള്ള പോളിനോമിയൽസുകളിൽ പി ഓഫ് 2 0 ആവുന്ന പോളിനോമിയൽസുകളുടെ കളക്ഷനാണ് നമുക്ക് ഐക്കകത്ത് വരുന്നത്. അപ്പോൾ പി ഓഫ് 2 0 ആവുന്ന പോളിനോമിയൽസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്തുള്ള ഇപ്പം നമുക്ക് ഐഡിയൽ ടെസ്റ്റ് നടത്താനായിട്ട് നമുക്ക് എങ്ങനെ വരുന്നുണ്ടാവും? ഒന്ന് നമുക്ക് എ ആറും ആർ എയും ഐ ആവണം. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് 2 എലമെൻസുകൾ എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ബി എവിടെ ഉണ്ടാവണം? ഐക്കകത്ത് ഉണ്ടാവണം. അതായത് എയും ബിയും ഐക്കകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ബി ഐക്കകത്ത് ഉണ്ടാവണം. അതായത് സബ് റിംഗ് ആവണം എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 പോളിനോമിയൽസുകൾ നമ്മളിപ്പോൾ പിയും ക്യൂവും ഐക്കകത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് 2 ഈക്വൽ ടു 0 ആണ്. അതേപോലെ തന്നെ ക്യൂ ഓഫ് 2 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി ഓഫ് 2 മൈനസ് ക്യൂ ഓഫ് 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും? പി മൈനസ് ക്യൂ ഓഫ് 2 ആയിരിക്കും. പി മൈനസ് ക്യൂ ഓഫ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എലമെൻറ്റ് നമ്മൾ ആറിനകത്ത് നിന്നും, അതായത് നമ്മുടെ ആർ ഓഫ് എക്സിനകത്ത് നിന്നും ഏതൊരു എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് വരുന്നുണ്ടാവും? നമുക്ക് എ ആർ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ എന്താണ്? നമുക്ക് പി ഓഫ് 2 ഈക്വൽ ടു 0 ആയിട്ടുള്ള പോളിനോമിയൽസുകളുടെ കളക്ഷനാണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് പി ഓഫ് 2 ഈക്വൽ ടു 0 ആയിട്ടുള്ളൊരു പോളിനോമിയലാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക? എ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. ആറ് നമുക്ക് എനി പോളിനോമിയൽ നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു പോളിനോമിയൽ നമ്മൾ എടുക്കുന്നു. ആ പോളിനോമിയലിനെ നമുക്കൊരു ക്യൂ ഓഫ് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ
ഈ പി ഓഫ് ടു ഓൾറെഡി 0 ആയതുകൊണ്ട് എയിലുള്ള എലമെന്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് ടു ഓൾറെഡി 0 ആയിരിക്കും. അപ്പോൾ പി ഓഫ് ടു ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഒബ്വിയസ്ലി എന്തായിരിക്കും? 0 ആയിരിക്കും. തിരിച്ച് നമുക്ക് ആറ് എടുത്തു കഴിഞ്ഞാലും ക്യൂ ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് ടു ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് അതും എന്തായിരിക്കും? 0 എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നമുക്ക് ഈ രണ്ടാമത്തെ സെറ്റ്, അതായത് പോളിനോമിയലിൽ നമുക്ക് പി ഓഫ് ടു ഈക്വൽ ടു 0 ആയിട്ടുള്ള പോളിനോമിയൽസുകളുടെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നുണ്ടാവും? ഒരു ഐഡിയൽ ആയിട്ട് മാറുന്നുണ്ടാവും. സോ ഓപ്ഷൻ ബി നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഓപ്ഷൻ സിയിലേക്ക് വരാം. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ എ നമ്മൾ കൗണ്ടർ ചെയ്ത പോലെ തന്നെ നമുക്ക് കൗണ്ടർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ക്യൂ ഓഫ് എക്സ് ആണ് നമ്മുടെ ഐഡിയൽ. ക്യൂ ഓഫ് എക്സ് ഐഡിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എ എന്ന് പറയുന്നത് നമുക്ക് എക്സും അതേപോലെ തന്നെ നമുക്ക് ആർ ആയിട്ട് നമ്മുടെ റിങ്ങിനകത്ത് നിന്നും ആർ ഓഫ് എക്സിനകത്ത് നിന്നും നമുക്കൊരു റൂട്ട് ടുവും നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ടു എക്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവില്ല? ഐക്കകത്ത് ഉണ്ടാവില്ല. കാരണം ഐക്കകത്ത് ഉണ്ടാവുന്നത് എന്ത് മാത്രമായിരിക്കും? റാഷണൽ കോഎഫിഷ്യൻസുകൾ വരുന്ന പോളിനോമിയൽസുകൾ മാത്രമായിരിക്കും. സോ അവിടെ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി നമുക്ക് ഐഡിയൽ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ നോട്ട് ആൻ ഐഡിയൽ എന്ന് നമുക്ക് ഓപ്ഷൻ സിനെ കുറിച്ച് നമുക്ക് പറയാം. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വരികയാണെങ്കിൽ നാലാമത്തെ ഓപ്ഷനിൽ ഓപ്ഷൻ ഡിക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് പോളിനോമിയൽസുകൾ വരുന്നത് പി ഓഫ് 0 ഈക്വൽ ടു 1 ആയിട്ടുള്ള പോളിനോമിയൽസുകളാണ്. അപ്പോൾ പി ഓഫ് 0 ഈക്വൽ ടു 1 ആയിട്ടുള്ള പോളിനോമിയൽസുകൾ എടുത്തു കഴിഞ്ഞാൽ 0 എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവില്ല? ഐക്കകത്ത് ഉണ്ടാവില്ല. കാരണം പി ഓഫ് 0 ഈക്വൽ ടു 1 ആയിട്ടുള്ള പോളിനോമിയൽസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 0 ഐക്കകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെന്തായിരിക്കില്ല? ഒരു ഐഡിയൽ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഓപ്ഷൻ ഡിയും നമുക്ക് ഫോൾസ് ആണ്. അപ്പം ഇവിടെ ഈ തന്നിട്ടുള്ളവയിൽ ആർ ഓഫ് എക്സിന്റെ ഐഡിയൽ ആയിട്ട് നമുക്ക് വരുന്നത് എന്ത് മാത്രമായിരിക്കും? ഓപ്ഷൻ ബി മാത്രമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് പി ഓഫ് എക്സ് ഈക്വൽ പി ഓഫ് എക്സ് ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ബി ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇൻ ഇസഡ് ഓഫ് എക്സ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഈ തന്നിട്ടുള്ളവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് മാക്സിമൽ ഐഡിയൽ ആണോ എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസഡ് ഓഫ് എക്സ് ബൈ ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഐസോമോർഫിക് ടു ഇസഡ് ആയിരിക്കും. അപ്പോൾ ഇസഡിനെ സംബന്ധിച്ചിടത്തോളം ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ആർ ബൈ എം ഐസോമോർഫിക് ടു ഒരു റിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആർ ബൈ എം എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആണെങ്കിലാണ് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുന്നുണ്ടാവുക? എം ഒരു മാക്സിമൽ ഐഡിയൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവുക. ഇനി അതല്ലെങ്കിൽ ആർ ബൈ പി എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെങ്കിലാണ് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുക? പി എന്ന് പറയുന്നത് ഒരു പ്രൈം ഐഡിയൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസഡ് എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ് ആൻഡ് ഇസഡ് ഈസ് നോട്ട് എ ഫീൽഡ്. അപ്പോൾ ഇസഡ് ഫീൽഡ് അല്ല, അതേപോലെ തന്നെ ഇസഡ് ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വരാൻ പറ്റുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് എന്ന് പറയുന്നത് പ്രൈം ഐഡിയൽ ആയിരിക്കും. കാരണം ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ് ഇസഡ് വരുന്നത് ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഫീൽഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് എന്തായിരിക്കില്ല? മാക്സിമൽ ഐഡിയൽ ആയിരിക്കില്ല. അപ്പം ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രൈം ഐഡിയൽ ആയിരിക്കും, നോട്ട് മാക്സിമൽ ഐഡിയൽ. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് ഫോൾസ് ആണെന്ന് പറയാം. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി പറയുന്നത് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പ്രൈം ഐഡിയൽ ആണെന്നാണ്. അപ്പോൾ പ്രൈം ഐഡിയലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രൈം ഐഡിയൽ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഇപ്പോൾ എ ബി ബിലോങ്സ് ടു ഐ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? എയ്തർ എ ബിലോങ്സ് ടു ഐ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? ബി ബിലോങ്സ് ടു ഐ ആയിരിക്കണം. ഇതാണ് പ്രൈം ഐഡിയലിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? എക്സ് സ്ക്വയർ ബിലോങ്സ് ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയർ ആയിരിക്കും. ഈ എക്സ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും? എക്സ് സ്ക്വയറിനെ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ എക്സ് എവിടെ ഉണ്ടാവില്ല? ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയറിനകത്ത് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൈം ഐഡിയൽ ആയിരിക്കില്ല. ഇറ്റ്സ് നോട്ട് എ പ്രൈം ഐഡിയൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ പ്രൈം ഐഡിയൽ ആവണമെന്നുണ്ടെങ്കിൽ എ ബി ഐക്കകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒന്നെങ്കിൽ എ ഐക്കകത്ത് ഉണ്ടാവണം, അതല്ലെങ്കിൽ ബി ഐക്കകത്ത് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിനെ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ പറ്റും, പക്ഷേ ആ എക്സ് നമുക്ക് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് സ്ക്വയറിനകത്ത് ഉണ്ടാവില്ല. സോ ഓപ്ഷൻ ബി നമുക്ക് ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഓപ്ഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എവറി പ്രൈം ഐഡിയൽ ഇൻ ഇസഡ് ഓഫ് എക്സ് ഈസ് എ മാക്സിമൽ ഐഡിയൽ. അത് നമുക്ക് ഫോൾസ് ആണ്. നമ്മൾ ഓൾറെഡി ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുണ്ട് ഇസഡ് ഓഫ് എക്സിനകത്ത് ഐഡിയൽ ജനറേറ്റഡ് ബൈ എക്സ് എന്ന് പറയുന്നത് പ്രൈം ഐഡിയൽ ആണ്, പക്ഷെ അത് മാക്സിമൽ അല്ല. അപ്പോൾ ഇസഡ് ഓഫ് എക്സിനകത്ത് എല്ലാ പ്രൈം ഐഡിയൽസും മാക്സിമൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഓപ്ഷൻ സിയും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഫൈനലി നമുക്ക് വരുന്ന എന്താണ്? സെറ്റ് പി ഓഫ് എക്സ് ബിലോങ്സ് ടു ഇസഡ് ഓഫ് എക്സ് സച്ച് ദാറ്റ്
പി ഓഫ് 0 ഈക്വൽ ടു 0യും പി ഓഫ് 1 ഈക്വൽ ടു 0യും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇത് രണ്ടും സാറ്റിസ്ഫൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രൈം ഐഡിയൽ ആവില്ല എന്നുള്ളതാണ് നമുക്ക് ട്രൂ ആയിട്ട് വരുന്നുണ്ടാവുക. കാരണം ഇവിടെ നമ്മുടെ കണ്ടീഷൻ വരുന്ന എന്താണ്? നമുക്കൊരു പോളിനോമിയൽ ഇപ്പം നമുക്ക് പി ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് 0 ഈക്വൽ ടു എന്താണ്? 0 ആണ്. ആൻഡ് പി ഓഫ് 1 എന്താണ്? 0 ആണ്. അപ്പോൾ ഒരു പോളിനോമിയൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് 0 ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ് എന്ത് ചെയ്യുന്നുണ്ടാവും? പി ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് പി ഓഫ് 1 ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് മൈനസ് 1 എടുത്തു കഴിഞ്ഞാൽ അതും എന്തായിരിക്കും? പി ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. അല്ലേ? എക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് 0 ഈക്വൽ ടു 0 ആയതുകൊണ്ട് തന്നെ എക്സ് ഒബ്വിയസ്ലി പി ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആയിരിക്കും. പി ഓഫ് 1 0 ആയതുകൊണ്ട് എക്സ് മൈനസ് 1 എന്തായിരിക്കും? പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് ആയിരിക്കും. ഈ എക്സ് സ്ക്വയർ മൈനസ് എക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു എക്സും എക്സ് മൈനസ് 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് നമുക്കൊരു ക്യൂ ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്യൂ ഓഫ് 0 എന്ന് പറയുന്നതും 0 ആണ്, ക്യൂ ഓഫ് 1 എന്ന് പറയുന്നതും 0 ആണ്. അപ്പോൾ ഈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് എവിടെ ഉണ്ടാവും? നമ്മുടെ ഐഡിയലിനകത്ത് നമുക്ക് ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പ്രൈം ഐഡിയലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? പ്രൊഡക്റ്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഐഡിയലിനകത്തുള്ള എന്താണ്? പി ഓഫ് 0യും പി ഓഫ് 1ഉം 0 ആവുന്ന പോളിനോമിയൽസുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പം എക്സും എക്സ് മൈനസ് 1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പം അത് ഐക്യകത്തുണ്ട്. എന്നാൽ എക്സ് എവിടെ ഉണ്ടാവില്ല? ഐക്യകത്ത് ഉണ്ടാവില്ല. അതേപോലെ തന്നെ എക്സ് മൈനസ് 1ഉം എവിടെ ഉണ്ടാവില്ല? ഐക്യകത്ത് ഉണ്ടാവില്ല. കാരണം എക്സും എക്സ് മൈനസ് 1ഉം ഐക്യകത്ത് ഉണ്ടെങ്കിൽ എക്സിൻ്റെ പി ഓഫ് 0 ഈക്വൽ ടു 0 ആണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി ഓഫ് 1 0 അല്ല. ഇനി ഈ എക്സ് മൈനസ് 1ൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ പി ഓഫ് 0 എന്ന് പറയുന്നതും 0 അല്ല. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? നമുക്കിത് രണ്ടും ഐക്യകത്ത് ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ പ്രൊഡക്റ്റ് എവിടെയുണ്ട്? ഐക്യകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൈം ഐഡിയൽ ആയിരിക്കില്ല. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഈ തന്നിട്ടുള്ളവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസഡും ഇസഡ് ഓഫ് എക്സും പി ഐ ഡി ആണോ യു എഫ് ഡി ആണോ ഇ ഡി ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇസഡിനെ സംബന്ധിച്ചിടത്തോളം ഇസഡും ഇസഡ് ഓഫ് എക്സും നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് പറയാവുന്ന കാര്യമാണ്. നമുക്ക് ഇസഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പി ഐ ഡി ആയിരിക്കും. അല്ലേ? ഇസഡ് ഒരു പി ഐ ഡി ആയിരിക്കും. കാരണം ഇസഡിൻ്റെ എല്ലാ ഐഡിയൽസുകളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എൻ സെഡ് ഫോമിലാണ് ഇറ്റ്സ് ജനറേറ്റഡ് ബൈ എൻ. അതായത് ഒരു സിംഗിൾ എലമെൻറ്റ് കൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എല്ലാ ഐഡിയൽസുകളും പ്രിൻസിപ്പൽ ഐഡിയൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ആയിരിക്കും. എന്നാൽ ഇസഡ് ഓഫ് എക്സിനെ സംബന്ധിച്ചിടത്തോളം ഇസഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കില്ല? ഒരു പി ഐ ഡി ആയിരിക്കില്ല. കാരണം അവിടെ നമുക്ക് സിംഗിൾ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, 2 എലമെൻറ്റ്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഐഡിയൽ ആയിട്ട് വരുന്നുണ്ടാവും. അതായത് ഐഡിയൽ ജനറേറ്റഡ് ബൈ 2x എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഇറ്റ്സ് നോട്ട് എ പി ഐ ഡി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഐഡിയൽ അല്ല. അതുകൊണ്ട് തന്നെ ഇസഡ് ഓഫ് എക്സ് നമുക്ക് എന്തായിരിക്കില്ല? പി ഐ ഡി ആയിരിക്കില്ല. അപ്പോൾ രണ്ടും പി ഐ ഡി ആണ് എന്ന് പറയുന്നത് ഫാൾസ് ആണ്. ഇസഡ് ഓഫ് എക്സ് ഇസ് എ പി ഐ ഡി ആൻഡ് ഇസഡ് ഓഫ് എക്സ് ഇസ് നോട്ട് എ പി ഐ ഡി എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇസഡ് പി ഐ ഡിയും ഇസഡ് ഓഫ് എക്സും നമുക്ക് പി ഐ ഡി ആയിരിക്കുകയില്ല. ഇനി ഇസഡും ഇസഡ് ഓഫ് എക്സും യു എഫ് ഡി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇസഡ് നമുക്കറിയാം. ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു യു എഫ് ഡി ആണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു റിംഗ് നമുക്ക് യു എഫ് ഡി ആണെങ്കിൽ, ഇപ്പോൾ ആർ ഇസ് എ യു എഫ് ഡി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ ഓഫ് എക്സും നമുക്കൊരു യു എഫ് ഡി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസഡ് യു എഫ് ഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും? ഇസഡ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഒരു യു എഫ് ഡി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇസഡ് യു എഫ് ഡി ആണ്. അപ്പോൾ ഇസഡ് ഓഫ് എക്സും എന്തായിരിക്കും? യു എഫ് ഡി ആയിരിക്കും. സോ ഓപ്ഷൻ എ നമുക്ക് ഫോൾസ് ആണ്. കാരണം ഇസഡ് യു എഫ് ഡി ആണ്, ഇസഡ് ഓഫ് എക്സും യു എഫ് ഡി ആണ്. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് ഫോൾസ് എന്ന് പറയാം. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസഡും ഇസഡ് ഓഫ് എക്സും രണ്ടും യൂക്ലീഡിയൻ ഡൊമൈൻ ആണോ എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇസഡിനെ സംബന്ധിച്ചിടത്തോളം ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂക്ലീഡിയൻ ഡൊമൈൻ ആണ്. അവിടെ നമുക്കൊരു യൂക്ലീഡിയൻ വാല്യൂഷൻ ഉണ്ട് താനും, അല്ലേ? മോഡ് എക്സ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് യൂക്ലീഡിയൻ വാല്യൂഷനായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഇസഡ് ഓഫ് എക്സിനെ സംബന്ധിച്ചിടത്തോളം ഇസഡ് ഓഫ് എക്സ് നമുക്കൊരു യൂക്ലീഡിയൻ ഡൊമൈൻ ആയിരിക്കില്ല. കാരണം ഇപ്പോൾ യൂക്ലീഡിയൻ ഡൊമൈൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പി ഐ ഡി ആണെന്ന് പറയാൻ പറ്റും. പി ഐ ഡി ആണെങ്കിൽ അത് യു എഫ് ഡി ആയിരിക്കും എന്നാണ് നമ്മുടെ റിലേഷൻ പോകുന്നത്. ഇൻ കേസ് ഇസഡ് ഓഫ് എക്സ് നമുക്ക് ഇ ഡി ആയിരുന്നുവെങ്കിൽ, ഇസഡ് ഓഫ് എക്സ് ഇ ഡി ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയേണ്ടി വരും? ഇസഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഐ ഡി ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അത് ഫോൾസ് ആണ്, അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസഡ് ഓഫ് എക്സ് എന്തായിരിക്കില്ല? ഒരു ഇ ഡി ആയിരിക്കില്ല. അപ്പോൾ
ഇസഡ് ഒരു യൂക്ലിഡിയൻ ഡൊമൈൻ ആണ്, പക്ഷേ ഇസഡ് ഓഫ് എക്സ് സംബന്ധിച്ചിടത്തോളം അതൊരു യൂക്ലിഡിയൻ ഡൊമൈൻ അല്ല. സോ ഈ തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫീൽഡ്? അതായത് ഈ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഒരു ഫീൽഡ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഫീൽഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫീൽഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് എഫ് ഓഫ് എക്സ്, അതായത് ഒരു ഫീൽഡ് ഓവർ എക്സ് ബൈ ഐഡിയൽ ജനറേറ്റഡ് ബൈ ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫീൽഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമുണ്ട്? ഈ ഐസോമോർഫിക് ടു എ ഫീൽഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പി ഓഫ് എക്സ് എന്തായിരിക്കണം? ഇറഡ്യൂസിബിൾ ഓവർ എഫ് ആവണം. അതായത് എഫിനകത്ത് നമുക്ക് എന്ത് വേണം? എഫിനകത്ത് നമുക്കത് ഇറഡ്യൂസിബിൾ ആവണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസഡ് ഓഫ് എക്സിനെ സംബന്ധിച്ചിടത്തോളം ഇസഡ് എന്നുകളെ സംബന്ധിച്ചിടത്തോളം ഇസഡ് എൻ ഫീൽഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇസഡ് എന്നുകൾ ഫീൽഡ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് എൻ പ്രൈം ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇസഡ് ഫോർ ഓഫ് എക്സിനെയും ഇസഡ് ഫോർ ഓഫ് എക്സ് എന്നുള്ള രണ്ട് ഓപ്ഷൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കാർഡ് ചെയ്തിട്ട് കളയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫീൽഡ് ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസഡ് ഫൈവ് ഓഫ് എക്സും ഇസഡ് ടു ഓഫ് എക്സും മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇസഡ് ഫൈവ് ഓഫ് എക്സിൽ, അതായത് എഫ് ഓഫ് എക്സ് ഓവർ പി ഓഫ് എക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഫീൽഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണെന്ന് നോക്കണം. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 3യും ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 1ഉം ഉണ്ട്. ഈ രണ്ട് പോളിനോമിയൽസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ പി ഓഫ് എക്സ് ആയിട്ട് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 3യും ക്യൂ ഓഫ് എക്സ് ആയിട്ട് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1ഉം എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് പോളിനോമിയൽസുകളും എന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഒരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 അല്ലെങ്കിൽ 3 ആണെങ്കിൽ നമ്മുടെ ഫീൽഡിനകത്ത് അതിന് റൂട്ട് ഉണ്ടെങ്കിൽ അത് ഇറഡ്യൂസിബിൾ ആയിരിക്കും, റൂട്ട് ഇല്ലെങ്കിൽ അത് ഇറഡ്യൂസിബിൾ ആയിരിക്കും. അപ്പോൾ റൂട്ട് ഉണ്ടെങ്കിൽ റെഡ്യൂസിബിൾ എന്നും റൂട്ട് ഇല്ലെങ്കിൽ ഇറഡ്യൂസിബിൾ എന്നും പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? ഇസഡ് എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന് പറയുന്നത് ഇസഡ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 2 3 4 എന്ന് പറയുന്ന ഈ എലമെൻസിന് കറസ്പോണ്ടിങ് ആയിക്കൊണ്ട് ഏതെങ്കിലും റൂട്ട് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പി ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ 3 ആണ്, അത് നോട്ട് ഈക്വൽ ടു 0. ആൻഡ് പി ഓഫ് 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്താണ്? 4 ആണ്, നോട്ട് ഈക്വൽ ടു 0. പി ഓഫ് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 7 ഓൺ Z5 എന്ന് പറഞ്ഞാൽ 2, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ആൻഡ് പി ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പ്ലസ് 3 12 ഔട്ട് ഓഫ് Z5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 2 വരുന്നുണ്ടാവും, ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0. ആൻഡ് പി ഓഫ് 4 എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് 4 എന്ന് പറയുന്നത് 19 ഓവർ Z5 എന്തായിരിക്കും? 4 ആയിരിക്കും, ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Z5നകത്തുള്ള ഒരു എലമെൻറ്റും ഇതിൻ്റെ റൂട്ടായിട്ട് നമുക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതൊരു ഫീൽഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് എന്തായിരിക്കും? ഒരു ഫീൽഡ് ആയിരിക്കും. ഇനി രണ്ടാമത്തത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് Z2നകത്താണ്. Z2നകത്ത് രണ്ട് എലമെൻസുകൾ ഉണ്ട്. അപ്പം ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യൂ ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ആൻഡ് ക്യൂ ഓഫ് 1 എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. Z2നകത്ത് 2 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇതൊരു റെഡ്യൂസിബിൾ പോളിനോമിയൽ ആയിരിക്കും. നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള പോളിനോമിയൽ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു റെഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കില്ല? ഒരു ഫീൽഡായിട്ട് നമുക്ക് ആക്ട് ചെയ്യില്ല. സോ ഓപ്ഷൻ ബിയും നമുക്ക് ഫോൾസ് ആണ്. ഈ തന്നിട്ടുള്ളവയിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാൽവ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ദ സ്പ്ലിറ്റിംഗ് ഫീൽഡ് എക്സ് ക്യൂബ് മൈനസ് 2 ഓവർ ക്യൂ ഈസ് ഐസോമോർഫിക് ടു. അതായത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗാൽവ ഗ്രൂപ്പ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 2 ഓവർ ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻ ജനറൽ നമുക്കിത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നമുക്കൊരു പോളിനോമിയൽ, അതായത് എഫ് ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സിനകത്തുള്ളൊരു പോളിനോമിയൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി നമുക്ക് എന്തായിരിക്കണം? ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രൈം ആവുക. അങ്ങനെയാണ്. അത് മാത്രമല്ല എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ ആണെങ്കിൽ, ക്യൂവിനകത്ത് നമുക്ക് ഇറഡ്യൂസിബിൾ ആയിട്ടുള്ള ഒരു പോളിനോമിയലാണ് എഫ് ഓഫ് എക്സ് എങ്കിൽ, അതുമാത്രമല്ല ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. എഫ് ഓഫ് എക്സ് ഹാസ് പി മൈനസ് 2 റിയൽ റൂട്ട്. എക്സാക്ട്ലി പി മൈനസ് 2 റിയൽ റൂട്ട് ആയിരിക്കണം. എക്സാക്ട്ലി നമുക്ക് പി മൈനസ് 2 റിയൽ റൂട്ടുകളാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും? ഗാൽവ ഗ്രൂപ്പ് ഓഫ് എഫ് ഓഫ് എക്സ് ഓവർ ക്യൂ എന്ന് പറയുന്നത് ഈസ് ഐസോമോർഫിക് ടു എസ് പി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും.
അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളവയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എക്സ് ക്യൂബ് -2 ആണ്. അപ്പോൾ എക്സ് ക്യൂബ് -2 എന്ന് പറയുന്ന പോളിനോമിയൽ നമ്മൾ എടുത്തു. ഈ എക്സ് ക്യൂബ് -2നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഡിഗ്രി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 ആണ്. ഒരു പ്രൈം ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ റിയൽ റൂട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിയൽ റൂട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? അതായത് ഈ തന്നിരിക്കുന്നവയിൽ നമുക്ക് ആകെ ഒരു റിയൽ റൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ തന്നിരിക്കുന്നവർക്ക് നമുക്ക് ഒരു റിയൽ റൂട്ട് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല എക്സ് ക്യൂബ് -2 എന്ന് പറയുന്നത് എന്താണ്? ഓവർ ക്യൂവിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറഡ്യൂസിബിൾ ആയിട്ടുള്ള പോളിനോമിയലുമാണ് അല്ലേ? ഇതെല്ലാ കണ്ടീഷൻസുകളും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ കണ്ടീഷൻസുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ഐസോമോർഫിക് ടു S3 ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പം ഗാൽവ ഗ്രൂപ്പ് ഓഫ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഓവർ ക്യൂ എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു SP ആയിരിക്കും. അതിന് നമുക്ക് എന്ത് കണ്ടീഷൻസ് ആവശ്യമുണ്ട്? എഫ് ഓഫ് എക്സ് പോളിനോമിയൽ കോഎഫിഷ്യൻസ് അല്ല റാഷണൽ കോഎഫിഷ്യൻസ് വരുന്നൊരു പോളിനോമിയൽ ആയിരിക്കണം. അതിന് ഡിഗ്രി പ്രൈം ആയിരിക്കണം. അത് ഇറഡ്യൂസിബിൾ ഓവർ ക്യൂ ആയിരിക്കണം. എക്സാക്ട്ലി P-2 റിയൽ റൂട്ട് ആയിരിക്കണം. ഈ കണ്ടീഷൻസുകൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഐസോമോർഫിക് ടു S3 ആയിരിക്കും നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഓഫ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് എ ഫീൽഡ് ഓഫ് ഓർഡർ 81. അപ്പോൾ ഒരു ഫീൽഡ് ഓഫ് ഓർഡർ 81 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിൻ്റെ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ ഒരു ഫീൽഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ F81 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ F81 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് എലമെൻസുകൾ വരുന്നത് എത്രയായിരിക്കും? ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 81 എലമെൻസുകളുള്ള ഫീൽഡാണ്. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് F81 സ്റ്റാർ ആണ് നമുക്ക് വരുന്നുണ്ടാവാം. ഈ F81 സ്റ്റാർ എന്ന് പറയുന്നത് എന്തിനോട് ഐസോമോർഫിക് ആയിരിക്കും? ഇറ്റ് വിൽ ബി ഐസോമോർഫിക് ടു നമുക്ക് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 80നോട് എന്തായിരിക്കും? അതായത് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ 80 എലമെൻസുകളേ ഉള്ളൂ. അപ്പോൾ ഏതൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഐസോമോർഫിക് ടു സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ഇവിടെ നമുക്ക് 80 എന്ന് പറയാം. ഇൻ ജനറൽ നമ്മൾ പറയുകയാണെങ്കിൽ FN സ്റ്റാർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐസോമോർഫിക് ടു എന്തായിരിക്കും? സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് അതായത് Zn-1നോട് എന്തായിരിക്കും? അത് ഈക്വൽ ആയിരിക്കും. അത് ഐസോമോർഫിക് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 80 ആണ് വരുന്നത്. അപ്പം 80 ഓർഡറുള്ള ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 ഓഫ് n ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ 80 ഓർഡർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ഓഫ് 80 ആയിരിക്കും. അപ്പോൾ 5 ഓഫ് 80 എന്ന് പറഞ്ഞാൽ 80നെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്തുകൊണ്ട് 80നെ നമുക്ക് അതായത് 2⁴ അതായത് 16 × 5 എന്ന് എഴുതാം. 2⁴ × 5 എന്ന് എഴുതാം. സോ നമുക്ക് ഈ ഒരു ഓയിലർട്ടോ ഫംഗ്ഷൻ 5 നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 5 ഓഫ് 2⁴ × 5 ഓഫ് 5 എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് 5 ഓഫ് 2⁴ എന്ന് പറഞ്ഞാൽ 2⁴ - 2 ക്യൂബും 5 ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് 4ഉം ആയിരിക്കും വരുന്നുണ്ടാവാം. അപ്പോൾ 16 - 8 × 4 വരുന്നുണ്ടാവും. അപ്പോൾ 16 - 8 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 4 നമുക്ക് 32 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഓഫ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 81 എന്ന് പറയുന്നത് എന്ത് വരുന്നുണ്ടാവും? നമുക്ക് 32 എന്ന് വരുന്നുണ്ടാവും. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പം ഇത്രയുമാണ് നമുക്ക് 2022 റിംഗ് തിയറിയിനകത്ത് നിന്നും നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടെസ്റ്റ് സീരീസുകളുടെ 2 ബാച്ചുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. ഒന്നാമത്തെ ബാച്ച് എന്ന് പറയുന്നത് എക്സ്ട്രാ മൈൽ ബാച്ചാണ്. രണ്ടാമത്തെ ബാച്ച് എന്ന് പറയുന്നത് സ്പ്രിൻറ്റ് ബാച്ചാണ്. എക്സ്ട്രാ മൈൽ ബാച്ചിനകത്ത് നമുക്ക് 30 ദിവസം എക്സാമിൻ്റെ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻസുകൾ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ടും അവൈലബിൾ ആയിരിക്കും. ഇനി അത് സ്പ്രിൻറ്റ് ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആൻസർ കീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കീ മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിൻറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. സൊല്യൂഷൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ മൈൽ ബാച്ചിലേക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ maximum.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നിരിക്കുന്ന 2 കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസുകളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് 2022 HSST മാത്തമാറ്റിക്സിൽ മൊഡ്യൂൾ 5നകത്ത് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതിലൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം 7 ക്വസ്റ്റ്യനകത്ത് 6 ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.